2008 ഒക്ടോബർ 28 ആദ്യമായി പൈലറ്റ് SPC പ്രോഗ്രാം ആരംഭിച്ച സ്കൂൾ ഏതാണ്? ആൻസർ GVHSS ഇരിങ്ങോർ. അടുത്ത ചോദ്യം, SPC പ്രൊജക്ടിന്റെ ആദ്യത്തെ സംസ്ഥാന നോഡൽ ഓഫീസർ ആരായിരുന്നു? സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ആരായിരുന്നു? ആൻസർ ശ്രീ P. വിജയൻ IPS. അടുത്ത ചോദ്യം, അധ്യാപകരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർക്ക് നൽകുന്ന ഓണററി റാങ്ക് ഏതാണ്? SI എന്നുള്ള റാങ്കാണ് നൽകുന്നത്. അടുത്തത്, ഒരു വിദ്യാർത്ഥിയെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് തൊട്ടു മുമ്പത്തെ വാർഷിക പരീക്ഷയിൽ കുറഞ്ഞത് എത്ര ശതമാനം മാർക്ക് നേടിയിരിക്കണം അല്ലെങ്കിൽ ഗ്രേഡ് നേടിയിരിക്കണം? C+ ഗ്രേഡ് അല്ലെങ്കിൽ 50%. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ സംസ്ഥാനതല ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരാണ്? ചെയർമാൻ DGP ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോലീസ് സ്റ്റേഷൻ, കോടതി, ജയിൽ നടപടികൾ മനസ്സിലാക്കുന്നതിനായി സന്ദർശനം നടത്തിയാൽ കേഡറ്റുകൾ നിർബന്ധമായും എന്ത് തയ്യാറാക്കണം? ആൻസർ പ്രവർത്തന റിപ്പോർട്ട് അല്ലെങ്കിൽ വർക്കിംഗ് റിപ്പോർട്ട്. ഒരു കേഡറ്റിന് ഓരോ വർഷത്തെ വിജയകരമായ പരിശീലനം പൂർത്തിയാക്കുമ്പോൾ എന്ത് നൽകിയാണ് സ്ഥാനക്കയറ്റം നൽകുന്നത്? ഓരോ സ്റ്റാർ ആണ് നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കായിക പരിശീലന സമയത്ത് കേഡറ്റുകൾ ധരിക്കേണ്ട വേഷം ഏതാണ്? ഔട്ട്ഡോർ ട്രെയിനിങ് സമയത്താണ് ഏത് വേഷം ധരിക്കണം? ആൻസർ വെളുത്ത ടീഷർട്ടും കറുത്ത പാൻസുമാണ് ധരിക്കേണ്ടത്. സ്കൂളുകളിൽ SPC പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഒരു അധ്യാപകനെയും ഒരു അധ്യാപികയെയും നിയമിക്കാൻ ആർക്കാണ് ചുമതല ഉള്ളത്? പ്രിൻസിപ്പൽ അല്ലെങ്കിൽ പ്രധാന അധ്യാപകനാണ് ഉള്ളത്. ഒരു വിദ്യാർത്ഥിയെ SPCയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏതാണ് ആവശ്യമായിട്ടുള്ളത്? ആൻസർ പ്രധാന അധ്യാപകൻ നൽകുന്ന സ്വഭാവ സർട്ടിഫിക്കറ്റും രക്ഷകർത്താവിൻ്റെ സമ്മതപത്രവും. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി താഴെ പറയുന്ന ആർക്കാണ് പ്രത്യേക അലവൻസ് നൽകേണ്ടത്? ആൻസർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, SPC കേഡറ്റുകളുടെ ഔദ്യോഗിക പോലീസ് യൂണിഫോമിൽ ഉൾപ്പെടുന്ന തൊപ്പി അല്ലെങ്കിൽ ക്യാപ്പ് ഏതാണ് എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ബ്ലൂ ബാരറ്റ് ക്യാപ്പ്. ആൻസർ ബ്ലൂ ബാരറ്റ് ക്യാപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ഔദ്യോഗിക യൂണിഫോം ധരിക്കുമ്പോൾ കേഡറ്റുകൾ ഉപയോഗിക്കേണ്ട ബെൽറ്റിൻ്റെയും ഷൂസിൻ്റെയും നിറം എന്താണ് എന്നുള്ളതാണ്. ആൻസർ കറുപ്പ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്കൂൾ തല പ്രവർത്തന സമിതിയുടെ സ്കൂൾ ലെവൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും എന്നുള്ളതാണ്. ആൻസർ വരുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ പ്രധാന അധ്യാപകൻ. അടുത്ത ക്വസ്റ്റ്യൻ, സ്കൂൾ തല പ്രവർത്തന സമിതിയുടെ കൺവീനർ ആയി പ്രവർത്തിക്കേണ്ടത് ആരാണ് എന്നുള്ളതാണ്. ആൻസർ വരുന്നത് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ അല്ലെങ്കിൽ CPO എന്നുള്ളതാണ്. ഓരോ വർഷത്തെയും മികച്ച കേഡറ്റുകൾക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആൻസർ വരുന്നത് മികച്ച കേഡറ്റുകൾക്കുള്ള ബാഡ്ജും സർട്ടിഫിക്കറ്റും എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വിദ്യാർത്ഥിക്ക് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പ്രോജക്റ്റിൽ പരമാവധി എത്ര വർഷം വരെ അംഗമായിരിക്കാൻ സാധിക്കും? ആൻസർ 4 വർഷം വരെ സാധിക്കും എന്നുള്ളതാണ്. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളുടെ പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ ദിവസേന വിലയിരുത്താൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ അല്ലെങ്കിൽ CPO. ഔദ്യോഗിക പരേഡ് യൂണിഫോം ധരിക്കുമ്പോൾ കേഡറ്റുകൾ കാൽപാദത്തിൽ ധരിക്കേണ്ട സോക്സിന്റെ നിറം ഏതാണ്? കാക്കി എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം, കായിക പരിശീലന വേളയിൽ ഔട്ട്ഡോർ ട്രെയിനിങ് സമയത്ത് കേഡറ്റുകൾ ധരിക്കേണ്ട ഷൂസ് ഏത് തരത്തിൽ ഉള്ളതായിരിക്കണം? ആൻസർ വരുന്നത് ക്യാൻവാസ് ഷൂസ് അല്ലെങ്കിൽ സ്പോർട്സ് ഷൂസ് എന്നുള്ളതാണ്. അടുത്തത്, SPC പദ്ധതിയിൽ സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര് എന്താണ് എന്നുള്ളതാണ്. ആൻസർ ഡ്രിൽ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ DI. ഏത് വർഷത്തിലാണ് കേരളം SPC സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്? ഏത് വർഷമാണ്? 2010 ഓഗസ്റ്റ് 2-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്കൂളുകളിൽ SPC സ്കീം ആരംഭിച്ചത് എപ്പോഴാണ് എന്നുള്ളതാണ്. ആൻസർ വരുന്നത് എന്താണ്? ഓഗസ്റ്റ് 27, 2010. അടുത്തത്, SPC ദിനം ആചരിക്കുന്നത് എന്നാണ് എന്നുള്ളതാണ്. ആൻസർ വരുന്നത് എന്താണ്? ഓഗസ്റ്റ് 2 എന്നുള്ളതാണ് ആൻസർ. അടുത്തത്, SPC കേഡറ്റ്സ് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ വരുന്നത് എന്താണ്? ഓഗസ്റ്റ് 27. SPC കേഡറ്റ്സ് ഡേ ഓഗസ്റ്റ് 27. SPC പതാകയുടെ നിറം എന്താണ്? SPC പതാകയുടെ നിറം എന്താണ്? ആൻസർ വരുന്നത് എന്താണ്? നീല. ആൻസർ വരുന്നത് ബ്ലൂ അല്ലെങ്കിൽ നീലയാണ്. കേരളത്തിലെ സ്കൂളുകളിൽ SPC പദ്ധതി ആരംഭിക്കുന്നതിന് സഹായം നൽകിയ സംസ്ഥാനം ഏതാണ്? ഏത് സംസ്ഥാനമാണ് സഹായം നൽകിയത്? രാജസ്ഥാനാണ് സഹായം നൽകിയത്. കേരളത്തിലെ ഏത് സ്കൂളാണ് സംസ്ഥാനത്ത് SPC പദ്ധതിയുടെ കേന്ദ്രസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? SPC പദ്ധതിയുടെ കേന്ദ്രസ്ഥാനം ചാല ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, തിരുവനന്തപുരം. നിലവിലെ 2026 കേരള വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആരാണ്? അഡ്വക്കേറ്റ് N. ഷംസുദ്ദീനാണ് വിദ്യാഭ്യാസ മന്ത്രി. നേരത്തെ ശിവൻകുട്ടി സാർ ആയിരുന്നു.
SPCയുടെ ആപ്തവാക്യം എന്താണ്? സേവിക്കാൻ നാം പഠിക്കുന്നു. എന്താണ് SPCയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്? സേവിക്കാൻ നാം പഠിക്കുന്നു. അടുത്തത് നാഷണൽ സർവീസ് സ്കീം NSSന്റെ ആപ്തവാക്യം എന്താണ്? ആൻസർ എന്താണ്? നോട്ട് മീ ബട്ട് യു. എന്താണ്? ഞാനല്ല നിങ്ങളാണ്. നോട്ട് മീ ബട്ട് യു. അടുത്തത് NCC നാഷണൽ കേഡറ്റ് കോറിന്റെ ആപ്തവാക്യം എന്താണ്? ആപ്തവാക്യം യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ, ഐക്യവും അച്ചടക്കവും എന്നുള്ളതാണ്. അടുത്തത് ജൂനിയർ റെഡ് ക്രോസ് JRCയുടെ ആപ്തവാക്യം എന്താണ്? ഐ സെർവ്, ഞാൻ സേവനം ചെയ്യുന്നു എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് നമ്മൾ താഴെ പ്രതീക്ഷിക്കുന്നു. താങ്ക്